ഓ എൻ്റെ സഹോദരാ, എന്നെ കൊല്ലാൻ വേണ്ടി നീ എൻ്റെ നേരെ നിന്റെ കൈ നീട്ടിയാൽ തന്നെയും നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ നിന്റെ നേരെ എൻ്റെ കൈ നീട്ടുകയില്ല. കാരണം തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അതുപോലെ തന്നെ മാംസം കഴിക്കുന്നവർ ക്രൂരന്മാരാണ്, ക്രൂര സ്വഭാവക്കാരാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ നോക്കൂ, ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കി ഭരണം നടത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ക്രൂരനായ ഹിറ്റ്ലർ മാംസം ഭക്ഷിച്ചിരുന്നില്ല എന്നാണ്. ഹിറ്റ്ലർ സസ്യബുക്കായിരുന്നു അത്രേ. എന്നിട്ടും എത്ര ആളുകളെയാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. ബലികർമ്മം നടത്തിയാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും നബിയേ? ഖാല ലികുല്ലി ശഅറത്തിൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ രോമത്തിനും പകരമായി നന്മകൾ ലഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലിൻ വസ്വഹാബതി അജ്മഈൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا محمد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരന്മാരെ, സൂറത്തുൽ കൗസറിലെ ഒരായത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്തറാണ്, പരമ്പരയറ്റവനാണ് എന്ന് വിളിച്ച് ആക്ഷേപിച്ച മനുഷ്യന് മറുപടിയായി ഇറക്കിയ സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരം ആക്ഷേപങ്ങൾ വരുമ്പോൾ പടച്ചവനോട് കൂടുതൽ അടുക്കാനാണ് ഖുർആൻ പറയുന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് നാം കണക്കറ്റ നന്മകൾ നൽകിയിരിക്കുന്നു. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് പടച്ചവന് വേണ്ടി നിസ്കരിക്കണം നബിയെ. ബലികർമ്മം നടത്തുകയും വേണം. മുസ്ലിമീങ്ങളാകുന്ന നാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയെ അങ്ങ് പറയുക, എൻ്റെ നിസ്കാരവും എൻ്റെ മറ്റു ആരാധനാ കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. മുശ്രിക്കുകളായ ആളുകൾ അവർ ചെയ്യുന്ന സുജൂദും തവാഫും അള്ളാഹുവിനല്ല, അതവരുടെ ബിംബങ്ങൾക്കുള്ളതായിരുന്നു. അതുപോലെ തന്നെ അവർ നടത്തുന്ന അറവുകൾ അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല, അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചു കൊണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കാതെ നടത്തിയ അറവുകൾ യഥാർത്ഥ അറവല്ല. അങ്ങനെ അറുത്തു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കാനും പാടില്ല. ബിസ്മി ചൊല്ലാതെ ഒരിക്കലും അറവ് നടത്തരുത്. വലാ തഅകുലു മിമ്മാ ലം യുദ്കരി ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖ്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്, തീർച്ചയായും അത് അധർമ്മമാണ്. വഇന്നശ്ശയാതീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും വഇന്ന തഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. നിങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് തീർച്ചയായും ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങളവരെ അനുസരിക്കാൻ പാടില്ല. നിങ്ങൾ അവരെ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവരായി പോകുന്നതാണ്. അപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനുള്ളതാണ് എന്ന ബോധത്തോടെ നാം നിസ്കരിക്കണം. അവനെ ഓർമ്മിക്കാനാണല്ലോ നാം നിസ്കരിക്കുന്നത്. ഇന്നനീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി.
തീർച്ചയായും ഞാനാണ് അല്ലാഹു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കണം. എന്നെ ഓർമ്മിക്കുന്നതിനായി നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യണം. നിസ്കാരത്തെ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. അതിലെല്ലാ സുന്നത്തുകളും ഫർളുകളും ചെയ്യേണ്ടതാണ്, ഒന്നും ഒഴിവാക്കിക്കൂടാ. നിസ്കാരത്തിലെ നെയ്യത്ത് മുതൽ സലാം വീട്ടുന്നതിനിടയിൽ ധാരാളം സുന്നത്തുകളുണ്ട്, ഒന്നും ഒഴിവാക്കരുത്. അത് സുന്നത്തല്ലേ, അത് ചെയ്തെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന ആ ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, മറ്റൊരു സമയത്ത് ഇത് പറയാം. അപ്പോൾ ഫസ്വല്ലി ലി പടച്ചവന് വേണ്ടി അങ്ങ് നിസ്കരിക്കണം. വൻഹർ, അങ്ങ് ബലികർമ്മം നടത്തുകയും ചെയ്യുക. ആദ്യ ബലി നടന്നത് ഹാബീൽ നടത്തിയ ബലിയായിരുന്നു. എന്നാൽ നാം ഇപ്പം മാതൃകയാക്കുന്ന ബലി മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ബലിയാണ്. ഉൽഹിയ്യത്ത്, അഖീഖത്ത് തുടങ്ങിയ ബലിദാനങ്ങൾ ശക്തമായ സുന്നത്താണ്. ഉൽഹിയ്യത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബികൾ ചോദിക്കാണ്, മാ ഹാദിഹിൽ അലാഹി, എന്താണ് നബിയെ ഈ ഉൽഹിയ്യത്ത്? ഖാല സുന്നത്തു അബീക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ ചര്യയാണിത്. ഖാലു, അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ഫമാലനാ യാ റസൂലല്ലാഹ്, അങ്ങനെ ചെയ്താൽ, ബലികർമ്മം നടത്തിയാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും നബിയേ? ഖാല ലികുല്ലി ശഅറത്തിൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓരോ രോമത്തിനും പകരമായി നന്മകൾ ലഭിക്കും. ഈ ബലിമൃഗങ്ങൾ നമ്മോട് പലതും പറഞ്ഞു തരുന്നുണ്ട്, നാം അറിയുന്നില്ല എന്ന് മാത്രം. ഓ മനുഷ്യ, നിനക്ക് പകരം ഞാൻ മരണം ഏറ്റുവാങ്ങുന്നു എന്നതാണ് ഒന്ന്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പകരമായി ആകാശത്ത് നിന്ന് ആട്ടിൻകുട്ടി വന്നതുപോലെ നമുക്ക് പകരമായാണ് ഓരോ ബലിമൃഗവും. വലൗ ലം യഫ്ദില്ലാഹു ബിൽ കബിശി ലസ്വാറ ദബ്ഹുൻ നാസി വാഹിദൻ മിൻ അബ്നാഇഹിം സുന്നത്തൻ ഇലാ യൗമിൽ ഖിയാമ. അന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് പകരമായി അള്ളാഹു ആടിന് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ജനങ്ങള് മക്കളിൽ നിന്ന് ആരെങ്കിലും ബലി നൽകേണ്ടി വന്നേനെ. അഥവാ ഓരോ ബലിമൃഗവും നമ്മെ അത് ഉണർത്തുന്നുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ഒരു കാരുണ്യത്തെക്കുറിച്ച് വിളിച്ച് പറയുകയാണ്. ഇനി ഒന്ന് ചിന്തിക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അറുക്കാൻ പറഞ്ഞതുപോലെ നമ്മോട് പറഞ്ഞിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ മക്കള് കിടന്നുറങ്ങാണ്. ആ കിടന്നുറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തിക്കൊണ്ട് സുബ്ഹി നിസ്കരിക്കാൻ പറയാൻ നമുക്കൊരു മടിയാണ്. കാരണം എന്താ? അത് കുട്ടികളല്ലേ, അവർ കുറച്ചും കൂടി കിടന്നുറങ്ങിക്കോട്ടെ, അവരോടുള്ള സ്നേഹം കൊണ്ട്. മക്കളെ നിസ്കാരത്തിന് വിളിച്ചുണർത്താനും അവരത് ചെയ്തില്ലെങ്കിൽ അടിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണല്ലോ നമ്മളൊക്കെ. മക്കൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയുണ്ട്. അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നുള്ള കൽപ്പനയുണ്ട്. മക്കളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അതുപോലും ചെയ്യാത്ത നമ്മളാണോ അവരെ ബലിയറുക്കുക? ഈ മൃഗങ്ങൾ വലിയൊരു പരീക്ഷണത്തിൽ നിന്നും വിജയിക്കാൻ സഹായിച്ചു. ദുനിയാവിൽ മാത്രമല്ല നമ്മെ സഹായിക്കാനെത്തുന്നത്, നാളെ പരലോകത്ത് അകപ്പെടുന്ന വലിയ യാത്രയാണല്ലോ ഖബറിൽ നിന്നും മഹ്ശറിലേക്കുള്ള യാത്ര. അവിടെയും ഉപകാരപ്പെടുന്ന മൃഗമാണിത്. എന്നാൽ നമ്മിൽ എത്ര പേര് ഉളുഹിയ്യത്ത് അറുക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. അറുക്കാൻ ശേഷിയുള്ളവർ അത് നിർവഹിച്ചോളണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലം യുളഹി ഫലാ ഇഹ്ളറന്ന മുസല്ലനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഉൽഹിയത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും അറുക്കാത്തവൻ ഫലാ യഹ്ളുറന്ന മുസല്ലാന, പെരുന്നാൾ നിസ്കരിക്കുന്നിടത്തേക്ക് സന്നിധനാവേണ്ടതില്ല. അറക്കാൻ കഴിവുണ്ടായിട്ടും അറക്കാതെ എന്തിനാണോ നീ നിസ്കരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഗൗരവപരമായ ചോദ്യമാണത്. അതിനാൽ ഉൽഹിയത്ത് അറുക്കാൻ കഴിവുള്ളവർ അതിന് മടി കാണിക്കരുത്. ഇനി ഏതായാലും ഒരു വർഷം ഉൽഹിയത്ത് അറുത്തലോ എന്ന് കരുതി കഴിവുള്ളവർ മാറി നിൽക്കരുത്. എല്ലാ വർഷവും അറുക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവ്വലു ഖത്റത്തിൻ മിൻ ദമിൽ ഉൽഹിയത്തി കഫാറത്തുൽ ലിഅർബഅത്തി ആലാഫി ഖതീഅത്തിൻ. ഉൽഹിയത്ത് മൃഗത്തിൻ്റെ ആദ്യ തുള്ളി രക്തം 40,000 പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. വഇന്നഹു ലയഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിനാ ബിഖുറൂനിഹാ വഅളാഫിഹാ വഅശാരിഹാ وأن الدم ليقع من الله عز وجل بمكان قبل أن يقع على الأرض فطيبوا بها نفسا. ഖിയാമത്ത് നാളിൽ ഉൽഹിയത്ത് മൃഗം അതിൻ്റെ കൊമ്പുകളോടെയും രോമങ്ങളോടെയും വരുന്നതാണ്. ഭൂമിയിൽ അതിൻ്റെ രക്തം പതിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ രക്തം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തെത്തുന്നതാണ്. ആകയാൽ നിങ്ങൾ ഉൽഹിയത്ത് മുഖേന സന്തോഷിക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പകരം നാം അതിനെ കണ്ട് നേരത്തെ വാങ്ങി മക്കളെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ച് ബഹുമാനിച്ച് ബലിപെരുന്നാൾ ആ ദിവസത്തിൽ തൊട്ടടുത്ത ദിവസത്തിൽ ബലി അറുക്കാൻ ശ്രമിക്കണം. കഴിഞ്ഞുപോയ എല്ലാ സമൂഹങ്ങളിലും ബലി ഉണ്ടായിട്ടുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുകും ഇലാഹുൻ വാഹിദുൻ ഫലഹു അസ്ലിമു. എല്ലാ ജനപദങ്ങൾക്കും ഓരോ ബലികർമ്മം നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ അഹോവൃത്തിക്കായി അള്ളാഹു നൽകിയ കാലികളെ അവൻ്റെ തിരുനാമം ഒഴിഞ്ഞ് അറുക്കാനാണത്. നിങ്ങളുടെ ദൈവം ഒരേ ഒരുവനാണ്. അതുകൊണ്ട് അവനോട് മാത്രം വിധേയത്വം പ്രകടിപ്പിക്കുക. കഴിഞ്ഞുപോയ സമുദായത്തിൽ ബലികർമ്മം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകനായ ഹാബീലാണ് ആദ്യ ബലി നടത്തിയത്. ആ ബലി നടത്താൻ ഒരു കാരണവും ഉണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് 2 മക്കളാണ്, ഹാബീല് ഖാബീല്. ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക ശരീഅത്ത് കൂടെ പിറന്നവൾ പരസ്പരം കല്യാണം കഴിക്കണം എന്നാണ്. എന്നാൽ ഒരാളുടെ കൂടെ പിറന്നവൾ സൗന്ദര്യം കുറഞ്ഞവളാണ്, മറ്റേയാളെ കൂടെ പിറന്നവൾ സൗന്ദര്യവതിയുമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ കരുതി എനിക്ക് തീരുമാനിച്ചതായ പെണ്ണ് എനിക്ക് വേണ്ട, എൻ്റെ സഹോദരന് വേണ്ടി തീരുമാനിച്ചുറപ്പിച്ച പെണ്ണ് മതി എനിക്ക്, കാരണം അവൾ സൗന്ദര്യവതിയാണ്. ഈ വിഷയം ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ മക്കളെ അടുത്ത് വിളിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് പരസ്പരം സമ്മതമാണെങ്കിൽ അത് അങ്ങനെ ചെയ്തോളൂ. പക്ഷേ അവർ സമ്മതിച്ചില്ല, അവരംഗീകരിച്ചില്ല. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ നിങ്ങൾ അള്ളാഹുവിനൊരു ഖുർബാൻ വെക്കണം. ഖുർബാൻ വെക്കുക എന്ന് പറഞ്ഞാൽ വഴിപാട് നടത്തുക, നേർച്ച ചെയ്യുക, ബലിയർപ്പണം നടത്തുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ആരുടെ ഖുർബാനാണോ സ്വീകരിക്കുന്നത് അവർക്ക് അവളെ വിവാഹം കഴിക്കാം. അതായിരുന്നു ഡിമാൻഡ്, നിബന്ധന. അങ്ങനെ ഹാബീലും കാബീലും 2 പേരും സമ്മതിച്ചു. ഹാബീലും കാബീലും ഖുർബാൻ വെച്ചു. ഹാബീൽ ഖുർബാൻ വെച്ചത് നല്ലൊരു ആട്ടിൻകുട്ടിയെയാണ്. കാബീലാവട്ടെ
തൻ്റെ കൃഷിയിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങളുമാണ്. അങ്ങനെ അതൊരു സ്ഥലത്ത് വെച്ചു. ആരുടെ കുർബാനാണ് സ്വീകരിക്കുക എന്നതും നോക്കി കുത്തിരിക്കുകയാണ്. ഫനസലത്ത് നാറുൻ ഫഅകലത്ത് ഖുർബാന ഹാബീൽ തറക്കത്ത് ഖുർബാന ഖാബീൽ. ആ സമയത്ത് ആകാശത്തിൽ നിന്നൊരു തീ വന്നുകൊണ്ട് ഹാബീലിൻ്റെ ഖുർബാൻ എടുത്തുപോയി. ഖാബീലിൻ്റെ ഖുർബാൻ സ്വീകരിച്ചില്ല. ഫഗളിബ വഖാല ലഅഖ്തുലന്നക്. അതുകൊണ്ട് തന്നെ ഖാബീലിന് ദേഷ്യം പിടിച്ചു. അവൻ പറഞ്ഞു, എടാ ഞാൻ നിന്നെ കൊല്ലുമടാ. ഈ വിഷയം ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനാ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ്. നബിയെ, അവർക്ക് ആദം നബിയുടെ 2 മക്കളുടെ വൃത്താന്തം സത്യപ്രകാരം പറഞ്ഞു കേൾപ്പിക്കണേ. അവർ ഇരുവരും ഓരോ ബലി അർപ്പിച്ച സന്ദർഭത്തെ ഒരാളിൽ നിന്ന് ബലി സ്വീകരിക്കപ്പെട്ടു, മറ്റേയാളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റേയാൾ പറഞ്ഞു, ലഅഖ്തുലന്നക്, ഞാൻ നിന്നെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പൊ ബലി സ്വീകരിക്കപ്പെട്ടയാൾ പറഞ്ഞു, ഹാബീൽ പറഞ്ഞു, ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ് മോനെ, അല്ലാത്തവരിൽ നിന്നൊന്നും സ്വീകരിക്കൂല. അതുകൊണ്ട് നമുക്ക് മുത്തഖിയായി ജീവിക്കാൻ ശ്രമിക്കാം. ശേഷം പറഞ്ഞു, ലഇം ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദിയ ഇലൈക ലിയഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഓ എൻ്റെ സഹോദരാ, എന്നെ കൊല്ലാൻ വേണ്ടി നീ എൻ്റെ നേരെ നിന്റെ കൈ നീട്ടിയാൽ തന്നെയും നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ നിന്റെ നേരെ എൻ്റെ കൈ നീട്ടുകയില്ല. കാരണം തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഏതായിരുന്നാലും ഹാബീലിനെ ഖാബീൽ കൊലപ്പെടുത്തി. എങ്ങനെയാണ് കൊന്നത് എന്ന് അഭിപ്രായങ്ങളുണ്ട്. വളറബഹു ബിഹദീദത്തിൻ കാനത്ത് മഅഹു ഫഖതലഹു വഖീല ഇന്നഹു അന്നമാ ഖത്ലുഹു ബിസഖറത്തിൻ റമാഹ അലാ റഅസിഹി വഹുവ നായിമുൻ. ഖാബീലിന് അടുത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ വടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ്. അതല്ല, ഒരു പാറക്കല്ല് എടുത്ത് ഉറങ്ങിക്കിടക്കുന്ന ഹാബീലിന്റെ തലയിലേക്ക് എറിയുകയാണ്. അങ്ങനെ എറിഞ്ഞ് തല പൊട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും അങ്ങനെയാണ് ആദ്യ കൊലപാതകം നടന്നത്. അപ്പോ ഹാബീൽ വെച്ചതായ ആ ബലിദാനം, ഇതാണ് ആദ്യത്തെ ബലിദാനം. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബലികർമ്മത്തിന്റെ മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഗുണപാഠം സമർപ്പണമാണ്. തൻ്റെ എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കണമെന്ന ഗുണപാഠം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ. ആകാശഭൂമികൾ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് അനുസരണയുള്ളവനും ഋജുമാനസനുമായ നിലയിൽ ഞാനിതാ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു. എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചു. ഈ ഒരു സമർപ്പണം ജീവിതത്തിൻ്റെ സുഭദ്രമായ നിലനിൽപ്പിനും വിജയകരമായ പര്യവസാനത്തിനും അനിവാര്യം തന്നെയാണ്. നമുക്ക് ഇങ്ങനെ ഒരു സന്ദേശം ഉൾക്കൊള്ളാനാകുന്നുണ്ടോ? എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ നാം എങ്ങനെ പ്രതികരിക്കും? ഒന്നുകിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിസ്കരിക്കും, അല്ലേ? നിസ്കരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, പ്രയാസമൊന്നുമില്ല, നേരൊക്കെ ഉണ്ട്, അപ്പം നിസ്കരിക്കും. പക്ഷേ നോമ്പ് പിടിക്കൂല. നിസ്കരിക്കുകയാണെങ്കിൽ നോമ്പ് പിടിക്കൂല. ചിലരോ അവർക്ക് സഹിക്കാനാവുന്ന കാര്യം മാത്രം ചെയ്യും, അസഹ്യമായതൊന്നും ചെയ്യൂല. നോമ്പ് അത് ശരീരത്തിന് ക്ഷീണം വരുത്തുമെന്ന് കരുതി നോമ്പ് പിടിക്കൂല. അങ്ങനല്ലേ?
അതേപോലെ ചില ആളുകൾ നോമ്പ് പിടിക്കും, സമ്പത്ത് സമർപ്പിക്കൂല, സകാത്ത് കൊടുക്കൂല. ചിലരാണെങ്കിലോ തൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നവ മാത്രം ചെയ്യും, അല്ലാത്തതൊക്കെ എതിർക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ ഓമന മകനെപ്പോലും സമർപ്പിക്കാൻ തയ്യാറായത്. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തവയും നാം ഏറ്റവും സ്നേഹിക്കുന്നവയെയും അള്ളാഹു നൽകാൻ ആവശ്യപ്പെട്ടാൽ നിർവഹിച്ചു കൊള്ളണമെന്നാണ് പടച്ചവൻ പറയുന്നത്. വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ യഖ്തുലൂ അൻഫുസകും അവിഖ്റുജൂ മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا. നിങ്ങൾ ജീവാർപ്പണം ചെയ്യണമെന്നോ ദേശത്യാഗം വരിക്കണമെന്നോ നാം കൽപ്പിച്ചിരുന്നുവെങ്കിൽ തുച്ഛം പേരൊഴികെ അവർ അത് അനുവർത്തിക്കുമായിരുന്നില്ല. ഉപദേശിക്കപ്പെട്ടതായ വിധം ചെയ്തിരുന്നുവെങ്കിൽ അവർക്കത് ഏറ്റവും ഉദാത്തവും വിശ്വാസത്തെ ദൃഢീകരിക്കുന്നതുമായേനെ. ഇങ്ങനെ എല്ലാം സമർപ്പിക്കണമെങ്കിൽ നാം ഇബ്രാഹിം നബിയെ പോലെയാകണം. അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. നാം ഒരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ അറിയണം. അല്ലാത്തവ ചെയ്യാൻ മടിയാണ്. വല്ലതും നമുക്ക് കമ്മീഷനായിട്ടോ അതിന് നമുക്ക് ഉപകാരമുള്ളത് ആണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നഷ്ടമാണെങ്കിൽ നമ്മളത് മാറ്റി നിർത്തും, ചെയ്യൂല. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ വേണ്ടത്? പടച്ച റബ്ബ് വല്ലതും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ നോക്കാതെ ചെയ്യണം. അതാണ് ഒരു നല്ല അടിമയുടെ ലക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ തകൂനന്ന അഹദുക്കും കൽ അബ്ദി സൂ, നിങ്ങളാരും മോശമായ അടിമയെ പോലെ ആകരുതേ. അതിനാൽ പരിശുദ്ധ ദീനിൽ ഉള്ളതെല്ലാം അംഗീകരിക്കാൻ ആദ്യം സത്യവിശ്വാസി തയ്യാറാവണം. ഇന്ന് ബലികർമ്മത്തിനെതിരിൽ ധാരാളം ന്യായവാദങ്ങൾ നിരത്തുന്നവരുണ്ട്. വിശ്വാസികളെ തന്നെ അതിൽ ചിലത് സ്വാധീനിക്കുന്നതും കാണാം. യഥാർത്ഥത്തിൽ അള്ളാഹു നിയമമാക്കിയ ഒരു കാര്യത്തിൽ സംശയിക്കാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെ വഴിപ്പെട്ടോ അതുപോലെ നാമും വഴിപ്പെടണം. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ. ഇബ്രാഹിം നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ, തന്നെ അനുധാവനം ചെയ്തവരും ഈ മുഹമ്മദ് നബിയും സത്യവിശ്വാസികളുമാകുന്നു. ഉളുഹിയ്യത്ത് ക്രൂരതയാണ് എന്നാണ് ചിലർ വിലയിരുത്തുന്നത്. കാരുണ്യവാനായ അള്ളാഹു കൽപ്പിച്ചത് എങ്ങനെയാണ് ക്രൂരതയാകുന്നത്? ഒരു കുരുവിയെപ്പോലും അനാവശ്യമായി കൊന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്നല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ബലി അറുക്കൽ ക്രൂരതയാണെങ്കിൽ മനുഷ്യന് ഭക്ഷിക്കാൻ വേണ്ടി ജീവികളെ കൊല്ലുന്നതും ക്രൂരതയല്ലേ? സസ്യങ്ങളെ നശിപ്പിക്കുന്നതും ക്രൂരതയല്ലേ? എന്നാൽ മറ്റു ചിലർ പറയുന്നത് എന്താണ്? ബലി നടത്തുന്നത് കാരണം ഒരു ജീവിയെ നശിപ്പിക്കലല്ലേ എന്നാണ്. എന്നാൽ ഒരു മൃഗം 100 പേർക്കെങ്കിലും ഭക്ഷണമാകും. ഒരാൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ 100 സസ്യങ്ങൾ നശിപ്പിക്കണം. ഇനി ആ മൃഗങ്ങളെ അറുക്കാതെ വിട്ടാലും അത് വിശന്ന് രോഗിയായി ജീവൻ പോവുകയല്ലേ ഉണ്ടാകുന്നത്. അങ്ങനെ ജീവൻ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ 100 പേർക്കെങ്കിലും ഭക്ഷണമാവുക എന്നത്. അതുപോലെ തന്നെ മാംസം കഴിക്കുന്നവർ ക്രൂരന്മാരാണ്, ക്രൂര സ്വഭാവക്കാരാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ നോക്കൂ, ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കി ഭരണം നടത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ക്രൂരനായ ഹിറ്റ്ലർ മാംസം ഭക്ഷിച്ചിരുന്നില്ല എന്നാണ്.
ഹിറ്റ്ലർ സസ്യബുക്കായിരുന്നു അത്രേ. എന്നിട്ടും എത്ര ആളുകളെയാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ മാംസം കഴിച്ചാൽ രോഗമുണ്ടാകും, രോഗപ്രതിരോധ ശേഷി കുറയും, കൊളസ്ട്രോൾ ഉണ്ടാകും എന്നൊക്കെ ന്യായങ്ങൾ പറയുന്നവരുണ്ട്. എന്നാൽ മാംസത്തിൽ മാത്രമല്ലല്ലോ കൊളസ്ട്രോൾ ഉള്ളത്, സസ്യങ്ങളിലും കൊളസ്ട്രോൾ ഇല്ലേ? അതിനെല്ലാം മിതമായ ഭക്ഷണ രീതി കൈക്കൊള്ളുക എന്നതാണ് പരിഹാരം. ചുരുക്കത്തിൽ മാംസാഹാരത്തിനും ബലികർമ്മത്തിനും എതിരെയുള്ള ഒരു ആരോപണവും നിലനിൽക്കുന്നതല്ല. എന്നാൽ എന്തിനാണ് അള്ളാഹു ബലി നിയമമാക്കിയത്? ബലി നൽകിയാൽ എന്താണ് ഗുണം? ഒന്നാമത്തത് തഖർറുബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള അടുപ്പമുണ്ടാകുന്നു. രണ്ടാമത്തത് ഇഹ്യാഉ സുന്നത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയെ സജീവമാക്കലുണ്ടാകുന്നു. അത്തൗസിഅതു അലൽ അയ്യാൽ, കുടുംബത്തിന് വിശാലത ചെയ്യലുണ്ടാകുന്നു. ശുക്റുല്ലാഹി അലാ മാ സഖറനാ മിൻ ബഹീമത്തിൽ അൻആം, അല്ലാഹു മൃഗങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നതിന് വേണ്ടി അള്ളാഹുവിന് നന്ദി ചെയ്യൽ അത് കാരണമുണ്ടാകുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഉളുഹിയ്യത്ത് നമുക്ക് നിയമമാക്കിയത്. അതുപോലെ തന്നെ ഉളുഹിയ്യത്തിന്റെ നേട്ടങ്ങളിൽ പ്രധാനമാണ് നാളെ സ്വർഗത്തിലേക്കുള്ള വാഹനമായി അത് വരും എന്നത്. അഹ്മദ് ബിൻ ഇസ്ഹാഖ് എന്നവർ പറയുന്നു, ഒരു സ്ഥലത്ത് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. വളരെ പാവപ്പെട്ടവനാണെങ്കിൽ പോലും ഉളുഹിയ്യത്ത് അറുക്കുമായിരുന്നു അദ്ദേഹം. അങ്ങനെ അയാൾ മരണപ്പെട്ടു. ഖിയാമത്ത് നാളിൽ ഈ പാവപ്പെട്ടതായ മനുഷ്യൻ ഒരു വലിയ വാഹനപ്പുറത്തിരിക്കുന്നതായി സ്വപ്നം കാണുന്നു. അയാളുടെ മുമ്പിൽ ധാരാളം മൃഗങ്ങളുമുണ്ട്. അഹ്മദ് ബിൻ ഇസ്ഹാഖ് ചോദിച്ചു ആ മനുഷ്യനോട്, പടച്ചവൻ നിന്നോട് എങ്ങനെയാണ് പെരുമാറിയത്? നിന്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഗഫറലി റബ്ബി, എനിക്കെൻ്റെ റബ്ബ് പൊറുത്തു തന്നു. ഞാൻ ഒരിക്കൽ ദരിദ്രനായ ഒരു വൃദ്ധക്ക് ഒരു ദിർഹം സ്വതക്ക കൊടുത്തിരുന്നു. അതിൻ്റെ പേരിൽ ആണ് എനിക്ക് അല്ലാഹു പൊറുത്തു തന്നത്. വീണ്ടും ചോദിക്കാണ്, നീ യാത്ര ചെയ്യുന്ന വാഹനം ഏതാണ്? നീ എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ദുനിയാവിൽ ബലി നൽകിയ ആദ്യ ഉളുഹിയ്യത്ത് മൃഗമാണ്. ഞാൻ ഇതിൽ കയറി സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഉളുഹിയ്യത്ത് അറുത്ത് കഴിഞ്ഞാൽ സിറാത്ത് എന്ന പാലത്തിൻ്റെ അരികെ സ്വർഗത്തിലേക്കുള്ള വാഹനമായി കൊണ്ട് നമ്മൾ അറുത്ത ബലിമൃഗങ്ങൾ വരും എന്ന് കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് കഴിവുള്ള ആളുകളൊക്കെ ഉളുഹിയ്യത്ത് അറുക്കാൻ താല്പര്യം കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഉളുഹിയ്യത്തിൻ്റെ മസ്അലകൾ, അത് എങ്ങനത്തെ മൃഗമായിരിക്കണം, അതിൻ്റെ രൂപങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.